വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി സിസ്റ്റർ റൂബിനി 24-നൊപ്പം ചേരുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഫ്രാൻസിസ് പാപ്പ ചികിത്സയ്ക്കായി വന്നിരിക്കുന്ന ജെമലി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ്. ഈ 10ാമത്തെ നിലയിലാണ്, ഇവിടെ കാണുന്ന 10ാമത്തെ നിലയിലാണ് പാപ്പ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ പുറകിൽ കാണുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സ്റ്റാച്ചു ആണ്. അതിൻ്റെ മുന്നിൽ തിരികളൊക്കെ തെളിച്ച് ആണ് ആൾക്കാർ വന്നിവിടെ പ്രാർത്ഥിക്കുന്നത്, കൊന്തയൊക്കെ ചൊല്ലുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ വന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ വരെയും പാപ്പയുടെ ആരോഗ്യം അപ്സ് ആൻഡ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി പാപ്പയുടെ ബ്ലഡിൽ ഇത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാപ്പയ്ക്ക് ഓക്സിജൻ കൊടുക്കേണ്ടി വന്നു. ഇന്നലെ പാപ്പയെ ശുശ്രൂഷിച്ച ഡോക്ടർ പറഞ്ഞത് ഗുഡ് മോർണിംഗ് ഹോളി ഫാദർ എന്ന് രാവിലെ പറഞ്ഞപ്പം പാപ്പ ഗുഡ് മോർണിംഗ് ഹോളി സൺ എന്ന് ഹ്യൂമർ സെൻസോടുകൂടി പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രി പാപ്പയുടെ അവസ്ഥ കുറച്ച് നമുക്ക് സന്തോഷിക്കുന്ന രീതിയിൽ അല്ലാതിരുന്നു. പാപ്പയുടെ ആരോഗ്യനില കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ കുറച്ച് പ്രശ്നങ്ങളോടുകൂടി കടന്നു പോവുകയാണ്. നമുക്ക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തി പാപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യം നേടി പാപ്പ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാനിൽ നിന്നാണ് സിസ്റ്റർ റൂബിനി നമ്മോട് സംസാരിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കുറച്ച് കൂടുതൽ മോശമാണ് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വത്തിക്കാനിൽ നിന്ന് പറയുന്നത്.